ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഞാനിവിടെ എടുത്തേക്കുന്ന 2 ടോയ്ലറ്റ് ക്ലീനറിൻ്റെ ബോട്ടിലുകളാണ്. അതൊന്ന് കട്ട് ചെയ്തിട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് പെയിൻ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഞാനിവിടെ ഉപയോഗിച്ചത് സാധാരണ പെയിൻറ്റ് തന്നെയാണ്, അക്രിലിക് പെയിൻ്റ് ഒന്നുമല്ല, സാധാ പെയിൻറ്റ്, വാളിനൊക്കെ അടിക്കുന്ന പെയിൻ്റാണ് ഉപയോഗിച്ചത്. പിന്നെ നമുക്കിതുപോലെ 2 കാർഡ്ബോർഡ് പേപ്പർ എടുക്കണം. അതിൻ്റെ സൈസും ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒന്ന് ചെറുതും ഒന്ന് കുറച്ച് വലുതുമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ഡിസൈൻ മാറ്റം വരുത്തി വരയ്ക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് അതൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. വെട്ടിയെടുത്തിട്ടൊന്ന് പെയിൻറ് ചെയ്യണം. എനിക്ക് പിന്നെ ചെറിയൊരു മടിയുടെ അസുഖമുള്ളത് കൊണ്ട് ഞാനിന്ന് പെയിൻറ് ചെയ്യുന്നില്ല. വാൾ സ്റ്റിക്കറാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. പെയിൻറ് ചെയ്ത് എന്തെങ്കിലും ചെറിയ ഡിസൈൻ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി കേട്ടോ. എന്തായാലും ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കുന്നുണ്ട് 2 കാർഡ്ബോർഡിലും. അത് എയറൊന്നും ഇല്ലാതെ ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നില്ല, നമുക്ക് ഒരു ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്ത് കിട്ടിയാൽ മതി. നമ്മൾ ഇതുപോലെ വാൾപേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ പുറകിൽ ഷീറ്റ് കളയണ്ട കേട്ടോ. അതുകൊണ്ട് വേറെ ഉപയോഗമുണ്ട്, അതുകൊണ്ട് മാറ്റി വെച്ചേരെ. ഒന്നും വേസ്റ്റാക്കി കളയണ്ടെന്നേ, നമുക്കെല്ലാം കൊണ്ടും ഓരോ ഉപയോഗങ്ങളുണ്ട്. ഈ സ്റ്റിക്കർ ഇങ്ങനെ ചെറിയ ചെറിയ പീസായതുകൊണ്ട് നമുക്കതിൻ്റെ പുറകിലെ സ്റ്റിക്കർ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയൊരു പിന്നോ മറ്റോ കൊണ്ട് സൈഡിലൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്നത് അതിൻ്റെ സ്റ്റിക്കർ പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ഈ ബോട്ടിൽ ഇങ്ങനെ എടുത്തിട്ട് എന്തെങ്കിലും ഗമ്മ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ കാർഡ്ബോർഡ് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഉപയോഗിച്ചത് ഫ്ലെക്സ് ക്യുക്കാണ്, കാരണം എൻ്റെ അടുത്ത് ഇവിടെ ഫ്ലെക്സ് ക്യുക്കാണ് ഇപ്പോൾ ഉള്ളത്. ഗ്ലൂ ഗണ്ണൊന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഫ്ലെക്സ് ക്യുക്ക് എടുക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കയ്യിലായിക്കഴിഞ്ഞാൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് ഒട്ടിയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് മടിയുടെ അസുഖം ഉണ്ടെന്ന്, അതുകൊണ്ടാണ് പെയിൻറ്റ് ചെയ്യാത്തത്. ഒരു വൈറ്റ്നർ എടുത്തിട്ട് ചുമ്മാ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്താൽ മതി, കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും. എനിക്കിപ്പം കുറച്ച് മടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. വൈറ്റ്നർ കൊണ്ട് എന്തെങ്കിലും ഡിസൈനൊക്കെ വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാനിന്ന് എന്താ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന്? അത് തന്നെയെന്ന്, പെൻ ഹോൾഡർ. നമുക്ക് നമ്മുടെ വരയ്ക്കുന്ന സാധനങ്ങളോ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ നമ്മുടെ ബോക്സിൽ ഉപയോഗിക്കുന്ന ഐറ്റംസോ എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം. അതാണ് ഉണ്ടാക്കി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.